പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് എന്നുള്ള നിർണായകമായ ഒരു വിവരം പുറത്തു വരും. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. പോലീസ് ഈ കേന്ദ്രസേനയുടെ അടക്കം വലിയ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി എന്ന് വേണം കരുതാൻ. 12 ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പിണറായി വിജയന്റെ വീട്ടിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നുള്ള അതിനിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. പിണറായി വിജയന്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. നമുക്കറിയാം, പിണറായി വിജയന്റെ മകളടക്കം ഈ കേസിൽ എക്സാലോജിക്കിന്റെ കേസിൽ പ്രതികളാണ്. അനധികൃതമായി പണം കൈപ്പറ്റി എന്നുള്ള വിവരത്തിൽ ചില കേസുകളും കോടതി നടപടികളും ഇവിടെ നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ഡൽഹി കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുന്നുണ്ട്. BJP നേതാവ് കൂടിയായ ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിവരം പുറത്തു വരുന്നത്. പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ്. ഇത് അത്ഭുതകരമാണ്. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം മാറി പ്രതിപക്ഷ നേതാവായ നേതാവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതും പരമപ്രധാനമാണ്. അമ്പയെ തിരിച്ചടി ഏറ്റ CPM-ന് മറ്റൊരു തരത്തിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടി വരും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് എന്ന അതിനിർണായകമായ വിവരമാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. വി അരുൺ അല്പസമയത്തിനകം ചേരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നിർണായകമായ നീക്കം EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വാസപ്പടി കേസിലാണ് ED ഈ പരിശോധന നടത്തുന്നത് എന്നുള്ള വിവരങ്ങൾ വ്യക്തമാക്കുക. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എവിടെ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് ആയ ശേഷം എടുത്ത വാടക വീട്ടിലാണോ, അവിടെയാണോ റെയ്ഡ് നടക്കുന്നത്? തീർച്ചയായിട്ടും പിണറായിലെ വീട്ടിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് താമസം മാറിയ വാടക വീട്ടിലും അവിടെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഉദ്യോഗസ്ഥരെ കാണാം. ഇതാണ് അദ്ദേഹത്തിന്റെ വീട്. അവിടെ കേന്ദ്രസേന അടക്കമുള്ളവരുടെ സംരക്ഷണയിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. അദ്ദേഹം പിണറായി വിജയൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ്. വീണ വിജയനെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിലെ കോടതി അതിൽ EDക്ക് അന്വേഷണം തുടരാം എന്ന ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരേ സമയം 12 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നേരത്തെ പല കേസുകളിലും അത്തരമൊരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്.